തള്ളാൻ ഗൈസ് വേണ്ടിയിട്ട് എന്ത് ഉണ്ടാക്കിയത്. എല്ലാവർക്കും അങ്ങനെയല്ല, ഒരുവിധം യൂട്യൂബേഴ്സ് ഒരുവിധം എല്ലാവരും ഉള്ള ഒരു സിനിമ സിനിമ. അത് തന്നെ. അതാണ് സത്യം പറഞ്ഞാലുള്ളൊരു സിനിമേൻ്റെ ഒരു ഇത്. പക്ഷേ ഉം. ഇങ്ങനൊരു പടം അവർക്ക് വേണ്ടി ഇല്ലേ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പടം അത് പക്ക. അമ്മയ്ക്ക് തലയൊക്കെ എന്തൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ പടം കണ്ട്. രാത്രി 12 മണിക്ക് നമ്മളെത്തി ഇപ്പോഴാണ് ഇത് പറയുന്നത്. സത്യം പറഞ്ഞാൽ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാഷിർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഒരാളെയും ക്യാരക്ടർ മോശമാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അടിപൊളിയായി അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങി അതുകൊണ്ടാണ് മെല്ലിയൊക്കെ അങ്ങനെ തന്നെ വേണം പറയാൻ. തുടക്കം ഒരു ലാഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്ക് ഓരോ ഫീലാണല്ലോ. ലാഗ് ഉള്ളത് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ലാഗ് ഉണ്ട് അല്ലേ? ആദ്യമൊക്കെ എന്താ ഒരു രസമൊക്കെ ഞാൻ വിചാരിച്ചതേ വാഴ ഫസ്റ്റ് എന്നുള്ളതിന്റെ അതിന്റെ ഡയറക്റ്റ് സെക്കൻഡ് പാർട്ടാന്നുള്ളത് ചിന്തിച്ചു പോയി. ഓ ഞാൻ അങ്ങനെ ചിന്തിച്ച സിനിമ കാണാൻ തുടങ്ങി. ഓ അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല, എൻ്റെ ഒരു ഡിഫറെൻറ്റ് ഡിഫറെന്റ് സ്റ്റോറിയാണ് ആണല്ലോ സ്റ്റോറി. അത്. അതിനകത്ത് ഒരിക്കലും വാഴനകത്ത് ഇവരെ കഥയാന്ന് പറഞ്ഞിട്ട് വാഴനകത്ത് അവസാനിപ്പിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഇനി ഹാഷിറിന്റെ ഇനി ഓൻ്റെ കഥയാന്ന് പറയുന്നുണ്ട് ലാസ്റ്റിലേക്ക്. അതിനകത്ത് വാഴത്തോട്ടത്തിനകത്ത് വാഴ ഒരു നശിക്കുന്നതിന് ശേഷമേ. പക്ഷെ ഈ കല്യാണത്തിന് അവരെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു സീനുണ്ട്. അതിനകത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഗാവും. പക്ഷെ അതെന്ത് സിനിമ കാണണ്ടേ? എന്താ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? പക്ഷെ ആ സിനിമ കാണുന്നവർക്ക് ഇത് കണക്ട് ആവും. പക്ഷെ അത് എന്തുകൊണ്ട് എല്ലാവരും കൂടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സീന് വന്ന്, അത് എന്താണ് ആ സീനിനുണ്ടായ സാഹചര്യമോ, അത് എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കാണാൻ ചിന്തിച്ചു പോയി ആ ഒരു സീൻ കണ്ടപ്പോൾ. എന്തുകൊണ്ട് ഇതെങ്ങനെ ഇവരെല്ലാവരും കൂടെ കണക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതുപോലെ തോന്നി. അത് എവിടെയാണ് നടന്നത്, അതിന് ഇനി വേറൊരു സ്റ്റോറി ഉണ്ടോ എനിക്ക് തോന്നി ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ. ആ ഒരു സീന് മാത്രം. ബാക്കിയെല്ലാം തുടക്കം തൊട്ടൊരു സിനിമ കണ്ടിറങ്ങിയ ഫീലാണ് ഉണ്ടായിന്. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ ഏതൊരാളായാലും ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ഗോഡ് ഫാദർ ഒന്നും ഇല്ലെങ്കിലും സിനിമയിലേക്ക് എത്താൻ പറ്റും. ഒരു പ്രൂവ് ചെയ്ത് ഒരു പടം പോലെ. അതെ, ഒരു കോമൺ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് സിനിമ എത്താൻ പറ്റും. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ് ആ സിനിമ. മനസ്സിലാക്കുന്നത് ഒരേ എന്താ പറയാ ചിന്താഗതിയിലുള്ള കുറേ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എന്തും നടക്കും. അതാണ് അല്ലേ? ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ അവരൊക്കെ ഒരുമിച്ച് ചിന്തിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളെ പോലെ സിനിമയിലേക്ക് വന്നതും കാര്യങ്ങളും ഒക്കെ. സിനിമ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഡയറക്ടറും അതിന് പൈസ മുടക്കാൻ ഒരാളും വേണം. ഇവര് ഒരേ കാര്യങ്ങളാണ് ലൈഫിൽ ചെയ്യുന്നതെങ്കിലും ഇവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഇങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് അവർക്ക് മുമ്പിലോട്ട് എത്താൻ പറ്റിയത്. എല്ലാരും കൂടെ ഉള്ളൊരു അതമ്മ പറഞ്ഞത് ശരിയാ. അവർക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഒരു കഥയായി ഒരാൾ വരണം, അത് ചെയ്യണം, പിന്നെ അതിന് പൈസ ഇറക്കാൻ ഒരാൾ വേണം, എന്നാൽ മാത്രമേ അത് സിനിമയെ വരുള്ളൂ. അങ്ങനെ അവരിൽ വിശ്വസിച്ച് അങ്ങനെ ആൾക്കാർ ഇറങ്ങിയത് കൊണ്ടാണ് വന്നത്. അതുപോലെ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വരാം. അതിനകത്ത് കുറേ ഇമോഷണലി ഉള്ള കുറേ സീക്വൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആയില്ല. പക്ഷേ ഇടയ്ക്ക് ഇൻബിറ്റിടുമ്പോൾ മൈൻഡ് എന്തെങ്കിലും ഞാനിടയിൽ എടുത്ത് വായിലിട്ട് കഴിച്ചോണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ വായിലിട്ടുമ്പോൾ എനിക്ക് ആ സീൻ ഇൻ ബിറ്റ്വീനിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് കരച്ചിലൊന്നും വരുന്നില്ല. പക്ഷെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വിഷമം, എനിക്ക് അമ്മ കരഞ്ഞോ? കണ്ണു നിറഞ്ഞോ? പക്ഷെ അതിനകത്ത് ഒരു പ്രാവശ്യം ഒരു വിഷമം തോന്നി എനിക്ക് അങ്ങനെ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇമോഷണലി ആൾക്കാരെ കണക്ട് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ ഒരിക്കലും എനിക്ക് പെട്ടെന്ന് ഫസ്റ്റ് പാർട്ടിൽ ഇമോഷൻ വരാനൊന്നുമില്ല. സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഫുള്ള് ഇവര് എന്താ വെച്ചാ ആ സാഹചര്യം സന്ദർഭത്തിനോടും അനുസരിച്ച് എങ്ങനെ ഒരു കോമഡീനെ കൊണ്ടുവരാൻ പറ്റും അത് ഒരു ചെയ്ത്. അതായത് നോർമലി ഉള്ള സീനിൽ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനകത്ത് സ്കൂളിലെല്ലാവരും കൂടെ ഒരു പാരൻസ് മീറ്റിംഗ് ഒക്കെ പോലെ ഉള്ളിലേക്ക് വിളിച്ച് വരുന്നൊരു സീനുണ്ട് അതിനകത്ത്. ചെറിയൊരു സീൻ കേട്ടോ, വലിയ അതിൻ്റെ ഇതൊന്നുമല്ല. എന്നപ്പോൾ അതിനകത്തൊരു സീനിനകത്ത് ഒരു പാരന്റ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നോർമലി അത് തുറന്ന് ഇറങ്ങി പോവാം, പക്ഷെ അതിന് താഴത്ത് കൂടെ ഇറങ്ങി പോയപ്പോൾ അതൊരു വൻ ഹ്യൂമർ. അമ്മയ്ക്ക് മനസ്സിലായ സീന് അതൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഹ്യൂമർ മീൻസ് ആ സാഹചര്യത്തിനോട് ഒത്ത് ഹ്യൂമർ ഉണ്ടാക്കി പോയൊരു പടം പോലെ തോന്നി. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പിന്നെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു പ്ലസ് ടുവിൽ എത്തുന്ന പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനെയും ഇഷ്ടപ്പെടാത്ത ഒരു അധ്യാപകനെയും അതിൽ നല്ല വ്യക്തമായിട്ട് തുറന്ന് കാണിക്കുന്ന ആ ഒരു രംഗം അത് ശരിക്കും അങ്ങനെ തന്നെ കുട്ടികളും ശരിക്കും അതുകൊണ്ട് ആ രണ്ട് അധ്യാപകരെയും കുട്ടികൾ നല്ലപോലെ ആക്സെപ്റ്റ് ചെയ്യും അതിൻ്റെ അകത്തുള്ള.
ഇഷ്ടപ്പെടുന്ന തരത്തിലും ഇഷ്ടപ്പെടാത്ത അധ്യാപകൻ അതെല്ലാ സ്കൂളിലും എങ്ങനെയാന്നുള്ളതും. അല്ലേ? അതെ അതെ എല്ലാ കോളേജിലും എല്ലായിടത്തും പഠിച്ചിറങ്ങുമ്പോൾ ഒരു സാറുണ്ടാവും. അതുപോലത്തെ ഒരു സാറ് നമുക്ക് 2 സാറുമാരും ഉണ്ടാവും അല്ലേ? അതെ അതെ. തീർച്ചയായും. പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ച് എൻ്റെ പ്രീ ഡിഗ്രി കാലത്തേക്കും ഒക്കെ വെറുതെ ഒന്നിങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ പോയി, വെറുതെ ആ സിനിമ ആ. ഇങ്ങനെ കാണുന്നതിൻ്റെ കൂടെ എനിക്ക് ഒത്തിരി സമയം അങ്ങനെ ഒന്ന് പോകാം സിബ്ലിങ്സ് തമ്മിലുള്ള ബോണ്ടിങ്ങും ഉം. അതിൽ ആ. മേജറായിട്ട് അത് അതാണ് ശരിയാ. മേജർ പോർഷൻ. നമുക്ക് തന്നെ തോന്നിപ്പോൾ നമ്മളും കുറേ എന്നുവെച്ചാൽ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ വേറെ എവിടേക്ക് എത്തിയതിന് ശേഷമായിരിക്കും ഇത് ഇങ്ങനെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ആ സമയമൊക്കെ പോയി. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കുറേ തോന്നും. അതാണ് പിന്നെ അത് മേജർ ഇമോഷൻ പാർട്ട് എന്ന് പറയുന്നത്. അതെ, സിനിമയിൽ ആദ്യമൊക്കെ സുഹൃത്തുക്കൾക്ക് ഭയങ്കര സ്ഥാനം കൊടുത്തിട്ട് അവസാനം പിന്നെ എത്തുമ്പോഴേക്കും നമ്മൾ വേറെ അതിൻ്റെ അകത്ത് കൂടപ്പിറപ്പുകൾക്കാണ് സ്ഥാനം പിന്നെ വരുന്നത്. ജോലി അച്ഛൻ അമ്മ പഠിക്കാൻ കുടുംബത്തിലേക്ക് ഒരു നല്ല അതെ, ആദ്യം ഏറ്റവും ഫാമിലി ചെറുത് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണ് വിചാരിക്കും. ആദ്യം ഫ്രണ്ട്സ് ആണ് ലാസ്റ്റിലേക്ക് വിചാരിക്കും. എത്തുമ്പോൾ. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടെ. അത് തന്നെ അച്ഛൻ അതെ. അമ്മ അത് പക്ഷെ ഇമോഷൻ അത് പക്ഷെ അവിടെയും നിർണ്ണയിക്കും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുത്തോണ്ട് ഒരു ഫാമിലി എന്റർടൈനർ ആക്കി മാറ്റിയെടുത്തൊരു പടം പോലെ. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. ഈ പുറത്ത് നമ്മൾ പഠിക്കാനോ ജോലിക്കോ പോകുമ്പോൾ ആ. അതുകൊണ്ടുണ്ടാകുന്ന കുറേ സ്ട്രഗിൾ അവരെ കാണിക്കുന്നുണ്ട്. നമുക്ക് വയ്യാതെ വരുമ്പോൾ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു, പൈസയുടെ ബുദ്ധിമുട്ട്, ജോലി കിട്ടാത്ത എല്ലാം അവരവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം കറണ്ട് കുറേ അത് ശരിക്കും ഉള്ളതാണ്. ഇപ്പം കുറേ പേര് പറയുന്നതാണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് ആ സിനിമയിൽ നല്ലോണം കാണിക്കുന്നുണ്ട്. അതൊരു പോർഷനാക്കി തന്നെ ഒരു കാണിക്കുകയാണ്. അക്കരെ പച്ച എന്ന് പറഞ്ഞ പോലെ അല്ലേ, ആ അവിടെ അതിനെന്നാ പോകുമ്പോൾ എന്തോ ആണ് ഈ സിനിമയിൽ ഒരു വിചാരിക്കും. ബന്ധവും ഇല്ല. പക്ഷെ അവരൊരു സൈഡിൽ കൂടെ അവിടെ ഇതുപോലെ നമ്മുടെ ഇവിടുന്ന് ഇതുപോലെ ലാംഗ്വേജ് ഒന്നും അധികം അറിയാതെ ഇങ്ങനെ പോയി അവിടെ ചെന്ന് ജീവിക്കാൻ പാടുപെടുന്ന ഒരു ലൈഫ് അല്ല, അവരത് ഇഷ്ടപ്പെട്ടു കാണിക്കുന്നുണ്ട്. പോകുക, അവിടെ എത്തി ആ എന്തൊക്കെയോ ആകാ അതിപ്പോ നമുക്ക് വിചാരിച്ചിട്ട് ഓടുന്നത്. എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടല്ലോ പുറത്ത് പോകണം, നിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ പൈസ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു അസുഖം വന്നാൽ പോലും നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. അതൊക്കെ അതിൽ നല്ലോണം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറേ കണക്റ്റ് ആവും. നമ്മളൊക്കെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പോകാൻ വിചാരിച്ചിരിക്കുന്നവർക്കും അത് തോന്നും, പോയവർക്കും അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാണിക്കുന്നുണ്ട് അതിൽ. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ എന്നൊരു പോർഷനാണ് അവിടെ അതും കാണിക്കുന്നത്. കാണിക്കുന്നുണ്ട്. പൈസയ്ക്ക് ഒരു എല്ലാം മേജർ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നും അതിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ ഉപരി ഇവരെല്ലാവരും എക്സ്പ്രഷൻസ് ഭയങ്കര രസമാണ്. എല്ലാവരുമായിട്ടുള്ള ബോണ്ടിങ് നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ആ വീഡിയോയിൽ ഇവർ എല്ലാവരും നാലാൾക്കാരും കൂടെ ഉള്ള സീൻസൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആ സിനിമ കണ്ടുവരുമ്പോൾ നമുക്ക് ഒരു ഡൗട്ടാവും, ഇവരെന്താ 2 സ്ഥലത്ത്, ഇവർ 2 ആൾക്കാർ എവിടെ പോയി, ഇവരെന്താ ഇല്ലാത്തതെന്നൊക്കെ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നിട്ടോ. അപ്പോൾ പിന്നീട് അത് കണ്ടു തുടങ്ങുമ്പോൾ ഈശ്വര ഇവരെന്താ ഇങ്ങനെ ഒരു റോളിൽ വന്നേ, അങ്ങനെയൊക്കെ തോന്നിപ്പോയി. കാരണം അതിങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അതിന് ശേഷം പിന്നീട് ഇവരെ കോമ്പോസും പിന്നെ അതിന് ശേഷം വേറെയും കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ടല്ലോ, എല്ലാവരും കൂടെ കണക്ട് ചെയ്ത് ക്ലബ് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു നമ്മളിങ്ങനെ റീൽസിലൊക്കെ കാണുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ ഒരു ഇത് തോന്നി. പിന്നെ എല്ലാവരും കൂടെ പടത്തിലിങ്ങനെ അഭിനയിക്കുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കൂടെ വെച്ച് ഒരു പടം എടുത്ത പോലെയും തോന്നി. കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ അതിനകത്ത് കുറേ വ്ളോഗർമാരും നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് റീൽസ് കണ്ട കുറേ ആൾക്കാരെ തിക്കി നിറച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ അതൊക്കെ വൃത്തിക്കാണ് എല്ലാ സീനും, ഒന്നും പറയാം. അവരുടേതായ റോളുണ്ട്. പിന്നെ എൻഡിങ് പറയുന്നില്ല, എൻഡിങ് സസ്പെൻസ് ആണ്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അമ്മയ്ക്ക് ഇതൊന്നും വലിയൊരു ക്യൂരിയോസിറ്റിയും അല്ല, എന്താ വെച്ചാൽ ഞാൻ പിന്നെ കുട്ടികളെ കൂടെ സിനിമ കാണാൻ പോകുമ്പോൾ വിചാരിക്കും അവരെ കൂടെ ഉള്ള അവിടെ കാണാനിരിക്കുന്നവരെ ആ ഒരു ഫീലിങ്സും കൂടെ അവരെയും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സിനിമ കാണാൻ പോണ കുട്ടികളെ കൂടെ. ഞങ്ങൾ 3 ആളുടെ പോണേ, ഇനി അച്ഛനെയും കൂട്ടണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അച്ഛൻ പോണില്ല. ഇറങ്ങിയതില് പ്രകമ്പനം ഇത്തിരി ശേഷം വന്നൊരു അടിപൊളി സിനിമ. പ്രകമ്പനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ കോമഡി, മറ്റേത് ഒരു ഹൊറർ കോമഡിയാണ്. ഇപ്പൊ അതിനു മുമ്പ് ഇപ്പൊ എത്രയോ സിനിമ ഇറങ്ങി, നമ്മളെല്ലാ സിനിമയ്ക്കും പോയതാണ്. അപ്പൊ പക്ഷെ ആട് 3യോ? ആടുതിരി എന്താ? ആടുതിരിയാണ്. പക്ഷെ എനിക്ക് ആടുതിരിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രകമ്പനായിരുന്നു. പ്രകമ്പനം കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു പ്രേതത്തിന്റെ പടം. മീൻസ് ആ ഒരു അതിനകത്ത് ഇതുപോലെ തന്നെ എന്ത് എല്ലാ പ്രേതം? ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്, പ്രകമ്പനത്തിൽ എന്ത് സൂപ്പറാണ്. പ്രേതം? ഒരു പ്രേതം വരുന്നില്ലേ, ഓൻ പ്രേതാവും മൂക്കുപിടി വലിക്കുമ്പോ ആ, എന്നിട്ട് കണ്ടതാ. തുമ്മ തുടങ്ങും. ഓ അതൊരു ഹൊറർ കോമഡി ഓ, പടമാണല്ലോ. അതും ഞാൻ പോകുന്നുണ്ട്. അതിന് നിങ്ങൾ പോകുന്നുണ്ട്? ഓ, ഇല്ല, അത് നിങ്ങൾ ഇവിടെ നിന്നുണ്ട്, നിങ്ങൾ പോകുന്നില്ല. ആ, അമ്മ ഞാൻ ഫോണെന്നാണ്ട് അമ്മ വരാൻ വിളിച്ചിട്ട് പ്രകമ്പനം. വന്നില്ല. ആ, ശരി. അങ്ങനെ ഒരു പടമാണ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അതിനുശേഷം എനിക്ക് ആടുതിരി ഉണ്ട്. പക്ഷെ എന്നാലും ഈ ആൾക്കാരെ വെച്ച് ചെയ്തതില് മീൻസ് ഇങ്ങനത്തെ പുതിയ ആൾക്കാർ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സിനൊക്കെ ചെയ്ത് നോക്കുമ്പോ ഇതൊരു അടിപൊളി സംഭവം. എന്താ വെച്ചാ ഒക്കെ ഈ ചെറുപ്പക്കാര് കുട്ടികള്, അതാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല സിനിമയിൽ വരാൻ എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ എല്ലാരും പറയുമല്ലോ അങ്ങനെയുള്ള ഉണ്ടെങ്കിലേ സിനിമയിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ലാന്ന് കാണിക്കുന്ന ഒരു സിനിമ. നല്ല പടം, നല്ല പടം. ഇന്ന് കാണാൻ പോയ സമയത്ത്
അവിടെ അവിടെ കാണാനിരിക്കുന്ന കാണികളിൽ ഒരു 90% ചെക്കന്മാരല്ലേ? കുട്ടികൾ, ചെക്കന്മാരല്ലേ? അതിന് ചെറുപ്പക്കാർ മാത്രം. ഞാനൊക്കെ അവിടെ ഓൾഡാ. എന്നെ പോലെ പ്രായമുള്ളവരൊക്കെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു അല്ല 10 അമ്മേ, ആളോ അല്ല അങ്ങനെയല്ല. ഫാമിലി അത്ര. ഓഡിയൻസ് ആണ്, ഫാമിലി ഓഡിയൻസും വേണം ഈ അതെ പടത്തിന്. പക്ഷെ അതെ അവർക്കും കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ചില സീൻസിൽ +1 +2 വിഭാഗത്തിലുള്ള കുട്ടികളെ ഒരു നെഗറ്റീവ് ആക്കി എടുത്ത് കാണിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നെഗറ്റീവ്, നെഗറ്റീവ് ഞാനത് എന്നല്ല, നെഗറ്റീവ് എന്ന് പറയൂല. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഉള്ള കുറെ അവസ്ഥകളൊക്കെ തന്നെയാണ് അവർ കാണിക്കുന്നത്. ഇപ്പോഴത്തെ അത് പിള്ളേരുടെ കുറെ, അത് പക്ഷെ എല്ലാരും ഉണ്ടാവില്ല. അല്ല ഞാനൊക്കെ എല്ലാരെയും നോക്കി പറയുന്നല്ല, അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ അതിനകത്ത് അത് ഭയങ്കരമായിട്ട് അമ്മ പറഞ്ഞു ഭയങ്കരമായിട്ട് അത് പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ഈ ഞാനൊന്നും ഇന്നേ വരെ ഈ കഥ മറ്റുള്ള ഞാനൊരു ഈ അതിലെന്താ, കഥയ്ക്ക് അതൊരു മാറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതില് ഇതിന്റെ അങ്ങനെ ഒരു അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് അല്ലടാ, പോകുന്നത്. +1 +2 കാലഘട്ടത്തിലുള്ള കുട്ടികൾ സ്വതവേ അവരൊരു വല്ലാത്തൊരു അവര് സ്റ്റേജിൽ ആ ഒരു കയറുന്ന പോലെ. സ്റ്റേജിലാണ് അവരുള്ളത്. സത്യം. അപ്പം അതിൽ അവരെ മനസ്സിലാക്കുന്നതിലുപരിയായിട്ട് എന്തൊക്കെയൊക്കെയോ കുറേ തോന്നിവാസം കാണിക്കുന്ന കുട്ടികളെ പോലെയുള്ള ആ ഒരു കുറച്ച് കുറച്ച് സമയം എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇതിലേക്കോ ഉം. സഞ്ചരിക്കുന്ന കുട്ടികൾ. നമുക്കൊന്നും എന്ത് ചെയ്യണമെന്നോ, നമ്മൾ വെറുതെ കാണികൾ മാത്രമായി പോകുന്ന ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഇരുന്ന കാണികളെ പോലെ തന്നെയാണ് ഇപ്പോൾ ലൈഫിലും ഇങ്ങനെയുള്ള കുറേ കുട്ടികളെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കാണികൾ മാത്രമായി ഇരുന്ന് കാണണം എന്താന്നുള്ളത്. ലൈഫിൽ അവർ ചെയ്ത് കൂട്ടുന്ന അവരും ഈ സിനിമയിൽ ലാസ്റ്റിലേക്ക് എല്ലാവരും നന്നായ പോലെ ഒക്കെ എല്ലാവരും നന്നായി വരട്ടെ, എല്ലാ കുട്ടികളും. ഉം. അതെ. പടത്തിലുപരി നല്ലൊരു പടം ആ. ജീവിതമാവട്ടെ എല്ലാവർക്കും. ഉം. അപ്പൊ എല്ലാരും കാണുമ്പോ ഇങ്ങനെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് കാണുന്നവരെല്ലാം ഭയങ്കര ജോളിയാണ് സിനിമ ഞാൻ കാണാൻ. പോവാണ്. അമ്മ പോവാണ്, അമ്മയ്ക്ക് കിടക്കണം. അപ്പൊ അത്രേ ഉള്ളൂ അല്ല, പടത്തിനെ. അതെനിക്ക് തോന്നി. കാരണം ഞങ്ങൾ അന്ന് ഡൈസറയ്ക്ക് പോയപ്പോ നമ്മളന്ന് അന്ന് ഇട്ടപ്പോൾ ഇതുപോലെ പറഞ്ഞിരുന്നു, നൈറ്റ് ഷോയ്ക്ക് പോയിട്ട് സിനിമ ഒരു എന്താ പറയാ, ഒരു ഹൊറർ സിനിമയ്ക്കാണ് പോയത്. പക്ഷെ ആ ഹൊറർ സിനിമ ഒരു കോമഡിയൊക്കെയാണ് അന്ന് തോന്നിയെന്ന് കൊണ്ടല്ല, സിനിമ നല്ലതായിരുന്നു. പക്ഷെ ആ ഒരു ആംബിയൻ മീൻസ് അറിയാലോ, നമുക്ക് ഹൊറർ സിനിമ നമ്മൾ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ക്വയറ്റായിട്ട് ഇരുന്ന് കാണേണ്ടതാണ്, എന്നാലും അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. പക്ഷെ അന്ന് നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മൾ അന്ന് ഇട്ടത് വേണം റിവ്യൂവിൽ, ഇങ്ങനെ ഫുൾ ബഹളമൊക്കെ ആക്കി നമുക്ക് ആ സിനിമയുടെ ഒരു ഇതേ പോയിട്ടുണ്ട്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ. പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു ഓഡിയൻസാണ് ആപ്റ്റ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പം ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് എല്ലാവരും ഇപ്പം നല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു വൈബ് കിട്ടൂല. ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് നല്ല രസമാണ് കണ്ടിരിക്കാം. പിന്നെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ നൈറ്റ് ഷോയ്ക്കാണ് പോകുന്നത്. വേറൊരു സമയത്ത് പോവാൻ നല്ല പടമാണ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം റഫ്ലി അടിപൊളിയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചാണ് ഞാൻ പറയും. പടം കാണാം, കൊള്ളാം. എന്തായാലും ഹാഷിറും ടീമും അടിപൊളിയാവട്ടെ. നല്ലൊരു അടിപൊളി അതെ, ഒരു സിനിമ ചെയ്തതിൽ സന്തോഷം. കാണാൻ പറ്റിയതൊക്കെ ഇനിയും അടിപൊളി മീൻസ് പടങ്ങൾ ഒരു വരും. ഇങ്ങനത്തെ ഒരു ഇനിയും റിവ്യൂ വരും. യൂട്യൂബിൽ നിന്നൊക്കെ വന്നല്ലേ, അതുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ.